this is Anusra Srikumar and welcome back to my YouTube channel Anuvology. Hi! So this video is all about resumes. കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നല്ലൊരു CV ഉണ്ടാക്കുക എന്നുള്ളത്. So as an HR professional, I have seen hundreds of resumes. അതിനകത്ത് എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഇന്ന CVs ആണ് ക്വാളിഫൈ ആവുക എന്നുള്ള കുറച്ച് ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇൻ ദിസ് വീഡിയോ ഐ വിൽ ഗൈഡ് യു ഹൗ ടു മേക്ക് ദ പെർഫെക്റ്റ് റെസ്യൂം. നല്ലൊരു റെസ്യൂം പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ റെസ്യൂം ബിൽഡിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് സെൽസ് യു ടു എ കമ്പനി ഓർ ടു എൻ ഓർഗനൈസേഷൻ. നിങ്ങൾ എവിടേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടോട്ട് നിങ്ങളെ സെൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫസ്റ്റത്തെ ഡോക്യുമെൻ്റ് ആണ് ഈ CV എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ വിട്ടു, അതിനകത്ത് എംപ്ലോയർ ആദ്യം നിന്നെ അറിയുന്നത് ആ ഒരു റെസ്യൂം യൂസ് ചെയ്തിട്ടായിരിക്കും. മനസ്സിലായല്ലോ? അതായത് നമ്മളെ ആദ്യം അവർ കാണില്ല, അവർ നമ്മളെ ആ CV നോക്കിയിട്ടായിരിക്കും നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും പിന്നീട് ഇൻ്റർവ്യൂസ് ഉണ്ടാകുന്നതും. സോ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് കിടക്കാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CV എപ്പോഴും ക്ലീൻ ആൻഡ് ഷോർട്ട് ആയിരിക്കണം. അതിനകത്ത് ഒരുപാട് ഗ്രാഫും പിക്ചേഴ്സും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ട് അതൊരു ഭയങ്കര ഒരു കളർഫുൾ ആക്കരുത്. ഇറ്റ് ഷുഡ് ബി ഷോർട്ട്, ഇറ്റ് ഷുഡ് ബി ക്ലീൻ ആൻഡ് ഐഡിയലി 1 പേജാണ് പ്രിഫർ ചെയ്യുന്നത്. ഇൻ സം കേസസ് നമുക്ക് എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത് 1 പേജിൽ ഒതുങ്ങില്ല, അതുകൊണ്ട് അത് 2 പേജസ് ഒക്കെ ആയിട്ട് മാറുന്നുണ്ടാവും. അത് കുഴപ്പമില്ല, നമുക്ക് 2 പേജ് വരെ ഒക്കെ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓൾവേസ് ഡൗൺലോഡ് യുവർ റെസ്യൂം ഇൻ PDF ഫോർമാറ്റ്. ഡോക്സ് ആയിട്ടോ JPG ആയിട്ടോ ഒന്നും ഡൗൺലോഡ് ചെയ്യുന്നേക്കാൾ നല്ലത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് ഇസ് ഹെഡർ. നെയിം എന്താണോ നിങ്ങളുടെ കീവേഡ്, ഇമെയിൽ അഡ്രസ്സ്, ലിങ്ക്ഡിൻ പ്രൊഫൈൽ, അതാണ് നമ്മുടെ ഹെഡർ പൊസിഷനിൽ വരുന്നത്. ഓക്കെ, പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സ്ട്രക്ചേർഡ് ആയിരിക്കണം. ആദ്യം നിങ്ങളുടെ പേര്, അടിയിൽ നിങ്ങളുടെ എന്താണോ കീവേഡ്. ഇപ്പം എൻ്റെ ആണെങ്കിൽ HR ആൻഡ് അഡ്മിൻ ആണ്, അതിൻ്റെ അടിയിൽ എൻ്റെ ഇമെയിൽ ID. നിങ്ങൾ ഒരിക്കലും ക്യൂട്ട് ഗേൾ 1 2 3 ഒരു റൈഡർ ബോയ് അങ്ങനൊന്നും ആഡ് ചെയ്യരുത്. നമ്മുടെ പ്രോപ്പർ നെയിം അനശ്വര ശ്രീകുമാർ, എന്തെങ്കിലും ഒരു നമ്പർ @gmail.com. നമ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ്റെ ലിങ്ക്, അത് ഹൈപ്പർ ലിങ്ക് കൊടുക്കുക. ലിങ്ക് ഞെക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ലിങ്ക്ഡിൻ പേജിലോട്ട് പോകുന്ന രീതിയിലുള്ളത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. സെക്കൻഡ് ഇസ് പ്രൊഫഷണൽ സമ്മറി. അതിനകത്ത് ഏകദേശം ഒരു 3 to 4 അല്ലെങ്കിൽ ഒരു 4 to 5 സെൻറ്റൻസ് വരെ ആഡ് ചെയ്യാം. എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ നോക്കുന്നത്, അതായത് ആസ് എൻ HR പ്രൊഫഷണൽ ഐ എം സീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു ഷോർട്ട് ബട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു സമ്മറി കൊടുക്കുക. അതാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. ഫസ്റ്റ് ഹെഡർ നല്ല പ്രോപ്പറായിട്ട് കൊടുക്കുക. ഞാനൊരു എക്സാമ്പിൾ CV അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഒരു CV ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ കുറച്ച് ഫ്രീ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ പറയുന്നതാണ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ ലേറ്റസ്റ്റ് ജോബ് ഏതാണോ അത് ആദ്യം ആഡ് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ ചെയ്യുന്നത് HR ആൻഡ് അഡ്മിൻ മേക്ക് സെൻസ് അഡ്വർടൈസിങ് ആണ്. അപ്പം ഞാനത് എപ്പോൾ തൊട്ടാണോ സ്റ്റാർട്ട് ചെയ്ത് ടു പ്രസൻറ്റ്, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രസൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എത്രയാണോ ഡ്യൂറേഷൻ അത്രയും വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ മുന്നത്തെ വർക്ക് ഞാൻ 2 എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. ഒന്ന് മേക്ക് സെൻസിലും ഒന്ന് മാക്ഡോണിലും IE ഇൻ്റർനാഷണലിൽ കിട്ടിയ ഇൻറ്റേൺഷിപ്പിൻ്റെ എക്സ്പീരിയൻസ് കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് പിന്നെ അതിൻ്റെ മുന്നത്തെ അങ്ങനെ ആഡ് ചെയ്ത് പോവുക. പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ കറൻ്റ്ലി ഉള്ള ഏറ്റവും ഹയർ ആദ്യം കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ബാച്ചിലേഴ്സ് ഇൻ സോഷ്യൽ വർക്കാണ് ഇഗ്നോയിൽ, അത് ഞാൻ പേഴ്സൂയിങ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഷോസ് ദാറ്റ് ഐ എം ഡൂയിങ് എ ഡിഗ്രി, ബട്ട് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ എനിക്ക് ഡിഗ്രി പേഴ്സൂയിങ് ആണ്, അതൊരു ഹൈലൈറ്റ് ആണ്. അപ്പോൾ ഡിഗ്രി ഇല്ലാതെ ഒക്കെ ജോബിന് പോകുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ടിപ്പാണ്. എന്നിങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങളുടെ ഈ എഡ്യൂക്കേഷനിൽ ആഡ് ചെയ്യാം. ദെൻ സർട്ടിഫിക്കേഷൻസ് ഓർ പ്രോജക്ട്സ്, അതായത് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഇപ്പോൾ എനിക്ക് ഉള്ളത് ഞാൻ പറഞ്ഞുതരാം, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ. എനിക്കെന്ന് പറയുമ്പം IELTS-ൻ്റെ ഉണ്ടായിരുന്നു. അപ്പം കമ്പ്യൂട്ടർ പ്രൊഫഷൻസിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മാസ്റ്റേഴ്സ് ഡിപ്ലോമ ഇഗ്നേറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വാലിഡ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് അച്ചീവ്മെൻറ്റ്സ്. അത് ഓപ്ഷനിലാണ്. ചിലവർ ഈ ചില പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് 30% ഗ്രോത്ത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ സെയിൽസ് ക്യാമ്പയിനിൽ പോയിട്ടുണ്ട്, അപ്പോൾ 30% സെയിൽസ് കൂടിയെടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചില അച്ചീവ്മെൻറ്റ്സ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷനും ആ ഒരു കീവേഡിനെ പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഓൾവേസ് സെൻഡ് ഡിഫറെൻറ്റ് റെസ്യൂംസ്. അതായത് അത് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ ഇപ്പം എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സെയിൽസിലോട്ടാണ് ഞാൻ ജോലി നോക്കുന്നതെങ്കിൽ ഐ വിൽ മേക്ക് മൈ റെസ്യൂം ലുക്ക് ലൈക്ക് എ സെയിൽസ് പേഴ്സൺ. ഓക്കെ, ഇപ്പം ഞാനൊരു HR-ലോട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ റെസ്യൂം ഒരു HR ടൈലേർഡ് വേർഷൻ ആക്കി മാറ്റും.
അങ്ങനെ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് CV മാറ്റുക എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. അത് മെജോറിറ്റി കാര്യങ്ങളിലും നമുക്കത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാറുണ്ട്. ഇനി കുറച്ച് റെസ്യൂമിൽ കുറച്ച് ചെയ്യാൻ പാടില്ലാത്ത അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അത് ഭയങ്കര ബാഡാണ്. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതിൽ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾ ആദ്യം അറിയുന്നത് ഈ റെസ്യൂം വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്കോ ഒന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ഓൾവേസ് ഡബിൾ ചെക്ക് യുവർ റെസ്യൂം ആൻഡ് സ്റ്റഡി യുവർ റെസ്യൂം. ഇപ്പം ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയാലും ഇൻ്റർവ്യൂവിൽ ഈ CV നോക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ നിങ്ങളുടെ റെസ്യൂം എപ്പോഴും നിങ്ങൾ പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഓവർലോഡഡ് ഡിസൈൻസ് ഒക്കെ ഒഴിവാക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ ഗ്രാഫ്, കുറേ പൂക്കൾ, കളറ് അതൊക്കെ ഒഴിവാക്കി പ്രോപ്പർ ക്ലീൻ റെസ്യൂം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇറലവൻറ്റ് ഡീറ്റെയിൽസ് ഒഴിവാക്കുക. അതായത് മെനി CVs ഐ ഹാവ് സീൻ ഹോബീസ് നമ്മൾ ഇൻ്റർവ്യൂവിൽ ചിലപ്പോൾ ചോദിക്കായിരിക്കും വാട്ട് ആർ ദ അതർ തിങ്സ് യു ലൈക്ക് ടു ഡു എന്നൊക്കെ ചോദിക്കായിരിക്കും. പക്ഷേ CVയിൽ ഐ ഡോണ്ട് പ്രിഫർ മ്യൂസിക്, അതൊന്നും ഞാൻ പ്രിഫർ ചെയ്യില്ല. ഓക്കെ, അടുത്തതായിട്ട് കീ സ്കിൽസ് ആണ്. നിങ്ങൾക്കൊരു 6 to 8 സ്കിൽസ് ആഡ് ചെയ്യുക. ഇന്ത്യയിലാണെങ്കിൽ റിക്രൂട്ട്മെന്റ് ആൻഡ് ഓൺ ബോർഡിങ്, ടാലന്റ് അക്യൂസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അതൊരു ഹൈലൈറ്റ് പോയിന്റ് ആയിരിക്കും. കുറച്ച് നോർമൽ ഫ്രേസസ് ഉണ്ട്, അതായത് ഹെൽപ്ഡ്, വർക്ക്ഡ്, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഐ ഹാവ് കോൺട്രിബ്യൂട്ടഡ്, ഇറ്റ് അസിസ്റ്റഡ് മീ എന്നൊക്കെ പറഞ്ഞുള്ള ഈ സിനോണിംസ് യൂസ് ചെയ്യാൻ പഠിക്കുക. ടു ബി എക്സ്ട്രാ ഓർഡിനറി ജസ്റ്റ് സിനോണിംസ് ഒക്കെ യൂസ് ചെയ്യുക. ഹെൽപ്പിന് പകരം അസിസ്റ്റ്, ഐ ഡിഡ് ദിസ് എന്ന് പറയുന്നതിന് പകരം ഐ ഇനീഷ്യേറ്റഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. Here is the thing, some people doesn't know that screening CVs takes only to 6 to 10 seconds. ഒരു മാക്സിമം 1 minute ഒക്കെ എടുക്കുള്ളൂ ഒരു CV സ്ക്രീൻ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ATS ഒക്കെ ആണെങ്കിൽ അത്ര സമയമൊന്നും വേണ്ടി വരില്ല ഈ ഡോക്യുമെൻ്റ് റീഡ് ചെയ്യാനായിട്ട്. ATSന് വേണ്ടത് ക്ലീൻ ആയിട്ടുള്ള പാരഗ്രാഫ്സ് ആണ്. സോ ദ മെഷീൻ ക്യാൻ റീഡ് ഇറ്റ്. ATS എന്ന് പറയുന്നത് ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം ആണ്. മെജോറിറ്റി കമ്പനീസ്, ലാർജ് കമ്പനീസ് യൂസ് ചെയ്യുന്ന ഒരു ട്രാക്കിംഗ് സിസ്റ്റമാണ് ഈ ATS എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എബ്രോഡൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ATS സിസ്റ്റമാണ്. എന്തായാലും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVs പ്രിപ്പയർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ATS എന്ന് പറയുന്നത് അത്ര വലിയ ചടങ്ങുള്ള കാര്യമാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഞാൻ കുറച്ച് ഫ്രീ വെബ്സൈറ്റ്സ് പറഞ്ഞുതരാം. ജോബ് സ്കാൻ, റെസ്യൂം ബിൽഡർ, ഇത് ATS ഫ്രണ്ട്ലി CVs പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഡൗൺലോഡ് ചെയ്യുമ്പം അതിനി പേയ്മെൻറ്റ് കാണിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്ലോ CV ആണ്. ഫ്ലോ CV അതിനകത്ത് കുറേ ടെംപ്ലേറ്റ് ഉണ്ട്, കവർ ലെറ്റേഴ്സും ഉണ്ട്. അപ്പം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പ്രിപ്പയർ ചെയ്ത CV ഇതൊരു CV ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതും എൻ്റെ ഒരു CV ആണ്. ചില CVയിലൊന്നും നമുക്ക് ഫോട്ടോയുടെ ആവശ്യമില്ല. മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഡസൻറ്റ് പ്രിഫർ ഫോട്ടോസ്. ഓൺലി ഇഫ് ദ എംപ്ലോയർ ആസ്ക്, നമുക്ക് എംപ്ലോയർ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവറിങ് ചോദിക്കുകയാണ് ഫോട്ടോ ഉള്ള റെസ്യൂം വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അയക്കാം. അല്ലാത്ത പക്ഷം ഫോട്ടോസ് ഇല്ലാത്ത CVs സബ്മിറ്റ് ചെയ്യാൻ ഓൾവേസ് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ resumebuilder.com ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ബോസ്ബർ, ഇതൊക്കെ ഞാൻ നെറ്റിൽ നിന്ന് എടുത്ത വെബ്സൈറ്റ്സ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ആ ഫ്ലോ CV ആണ് കേട്ടോ. ടീൽ റെസ്യൂം ബിൽഡർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി എല്ലാ വീഡിയോയിലത്തെ പോലെയും ഇറ്റ്സ് ടൈം ഫോർ ടിപ്സ്. കുറച്ച് ടിപ്പുകൾ പറഞ്ഞുതരാം. ഒരു 1 കോളം ലേഔട്ട് നോക്കുക. അതായത് ഒരുപാട് കോളംസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ടേബിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ATSനൊക്കെ റീഡ് ചെയ്യാനായിട്ട് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും, അവർക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അത് വായിക്കാനായിട്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഹെഡിങ്സ് യൂസ് ചെയ്യുക. എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, സ്കിൽസ്, സർട്ടിഫിക്കേഷൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെഡിങ്സ് യൂസ് ചെയ്യുക. കീപ് യുവർ കണ്ടന്റ് ക്ലീൻ, നിങ്ങളുടെ കണ്ടന്റ് ക്ലീൻ ആയിട്ട് പ്രിസൈസ് പോയിന്റ്സ്, ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അടിപൊളിയാക്കി വെക്കുക. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ കവേർഡ് എവറിത്തിങ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുവരെ തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനിയും തരിക. പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാൻ ഈ HR വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 500 and something ആയിരുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 കൊല്ലം കഴിഞ്ഞു. പക്ഷെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടിരുന്നില്ല. എന്നാലും ഇടുമ്പോൾ ഒക്കെ അത്യാവശ്യം വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാറുണ്ടായിരുന്നു. ഈ HR വീഡിയോ പോസ്റ്റ് ചെയ്തു. HRൻ്റെ കുറച്ച് കണ്ടൻസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ആൾക്കാർ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് എനിക്ക് മെയിൽ വരെ അയച്ചു. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ആതിര എന്ന് പറയുന്ന ഒരു കുട്ടി എനിക്ക് മെയിൽ അയച്ചു. ഐ വാസ് സോ ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് സങ്കടം, കരച്ചിലൊക്കെ വന്നു എനിക്കിത് കണ്ടിട്ട്.
കാരണം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിലോ ഒന്നും അങ്ങനെ ആരും ശ്രദ്ധിക്കാറ് പോലും ഇല്ലായിരുന്നു. എന്നെ അറിയാവുന്ന കുറച്ച് പേര് മാത്രമാണ് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. HR ആവാൻ ആഗ്രഹിക്കുന്നതാണെങ്കിലും എൻ്റെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ എൻ്റെ കാര്യങ്ങളും എക്സ്പീരിയൻസും ഒക്കെ ഇതുപോലെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ബൈ.